कराग्रे वसुदे लक्ष्मी करमति सरस्वती करमूले മോനെ ഏത് ചിക്കൻ ബിരിയാണി ചേച്ചി? മലബാർ സൈഡ് അല്ലേ? ചിക്കൻ ദം ബിരിയാണി. ഇത്രയും നേരം അപ്പോൾ ഇപ്പൊ എന്നെ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി ഉണ്ട്. ചേച്ചിനെ ഞാൻ തണുത്ത വെള്ളം വി ക്യാൻ ടേക്ക് ഫ്രം ഹിയർ. ഇത് കുടിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഏത് ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഈ വീക്ക് മേടിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. സ്മൂത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് കേട്ടോ. കറക്റ്റ് നോക്കൂ, അമ്മ അയച്ചു തന്നിട്ടുള്ള ലിസ്റ്റ് കേട്ടോ. എൻ്റെ മഫിൻസ് നമ്മളെ നാട്ടിലെ ചീറ്റോസ് പോലെ ഇവിടെ ഉണ്ട് കേട്ടോ ചീറ്റോസൊക്കെ. कराग्रे वसुदे लक्ष्मी करमति सरस्वती करमूलेदु गोविंद प्रभादे करदर्शनम. ഹലോ ഓൾ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. എൻ്റെ ബനിയനിൽ മിക്കി നോക്കൂ, ക്രിസ്മസ് അപ്പൂപ്പൻ. അപ്പം നമ്മളെ ഡിസംബർ ആണല്ലേ, ഫുൾ ക്രിസ്മസ് വൈബാണ്. അപ്പം ഞാനിന്ന് ആക്ച്വലി ഇപ്പം എണീച്ചപ്പോൾ തന്നെ ഭയങ്കര എനർജിയാണ്. കാരണം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണല്ലോ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തണുപ്പുണ്ട് കേട്ടോ. കാരണം ഡിസംബർ ആണല്ലോ ഓൾറെഡി. ഇതാണ് നമ്മൾ ഇവിടെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുണി തോരിടുകയെന്ന് നിങ്ങൾ അവിടെ പറയൂന്നറിയില്ല എല്ലാവരുടെയും അവിടെ. ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് പറയുക. നമ്മൾ ക്ലോത്ത്സൊക്കെ ഉണങ്ങാൻ ഇടുന്നതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അയ്യോ നമുക്കൊരു എയറോപ്ലെയിൻ പോകുന്നു നോക്കൂ. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കുളിക്കുന്നില്ല, ബട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്. ഒരു കുട്ടി ഫ്രഷ് ആവലാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല നമുക്ക് ഇപ്പം എവിടേക്കും പോകാനുണ്ട്. ഉച്ചയ്ക്കാണത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സഞ്ജുവേട്ടൻ ഇപ്പം ഇവിടെ ഇല്ല, ക്രിക്കറ്റ് കളിക്കാൻ പോയേക്കുവാണ്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ കണ്ടോ, ഞാൻ എൻ്റെ ഹെഡൊക്കെ നല്ല അടിപൊളിയായി വിരിച്ചിട്ടിട്ടുണ്ട്. ഇത് ഒരു ബ്ലാങ്കറ്റ് പോലത്തെയാണ് കേട്ടോ. ഞാൻ ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഇവിടെ എനിക്കൊരു മിററുണ്ട് കണ്ടോ, വേറൊരു മിറർ. ഇത് നിങ്ങൾ കണ്ടതാണല്ലോ ഓൾറെഡി. ഹോം ടൂർ അല്ലാത്ത കാരണം ഇപ്പം ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഐ വിൽ ഷോ യു. അതെ, കബോർഡ്സ് ഒന്നും ഞാൻ തുറക്കുന്നേ ഇല്ല. ഇതാ എനിക്ക് മാത്രമല്ല, എനിക്കും സഞ്ജുവിനും ചില എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കലണ്ടർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഡിസംബറിൽ തന്നെ കിടക്കുന്നത്. കാരണം നമുക്ക് ഡിസംബറിൽ നോക്കാനുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് വീട്ടിലൊരു ഉണ്ണിവാവ് ഉണ്ടായല്ലോ. അപ്പോൾ എന്തോ ഒരു നാൾ നോക്കാൻ അങ്ങനെ എന്തോ നമ്മൾ ഡിസംബർ ആക്കി വെച്ച്, അല്ലെങ്കിൽ എപ്പോഴൊന്നും ആക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫുൾ ഇരുട്ടാണ്. അല്ല, വെളിച്ചം പുറത്തുനിന്നുള്ള വെളിച്ചം വരുന്നുണ്ട് ഗൈസ്. ഞാൻ ലൈറ്റ് ഓണാക്കാട്ടോ. വാവ്, ഇപ്പം ലൈറ്റ് ഓണാക്കിയോണ്ട് നിങ്ങൾ വിചാരിക്കും ഇവളിതെപ്പോൾ കുക്ക് ചെയ്തു എന്ന്. ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. എനിക്ക് നല്ല ഫുഡ്സൊക്കെ കുക്ക് ചെയ്ത് തരുന്നത്, നമ്മുടെ എല്ലാ ഫുഡുകളും നല്ല അടിപൊളിയായി കുക്ക് ചെയ്ത് തരുന്നത് ചേച്ചിയാണ്. ചേച്ചിനെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്താണ് ചപ്പാത്തി ആൻഡ് എഗ് കറി. ഹാപ്പി. അപ്പോൾ നമുക്ക് വേഗം പോയി പല്ലേച്ചിട്ട് വന്ന് ഫുഡ് കഴിക്കാം. എൻ്റെ എൻ്റെ ബ്രാൻഡ് പറയണോ? ഏതാ? സെൻസോഡെന്റ് നോർമൽ അപ്പോൾ നമുക്ക് പല്ലേക്കാം. വൈറ്റമിൻസ് വിത്ത് ഗ്ലോ, റിമൂവ്സ് ഡൾനെസ് ആൻഡ് ബ്രൈറ്റൻ സ്കിൻ. അപ്പോൾ
ഇനി പുറത്ത് പോവാം. അപ്പോൾ ഇപ്പം എന്നെ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി ഉണ്ട്. ചേച്ചിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ല ചേച്ചി ഫ്രെയിമിലോട്ട് വരില്ല, മേ ബി സംസാരിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പം അപ്പോൾ എനിക്ക് ചേച്ചിയാണ് നല്ല സൂപ്പർ ഫുഡൊക്കെ ഇപ്പം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി മെനു കൊടുക്കും. മെനു കൊടുക്കുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ മാതാശ്രീയാണ്, എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് എഴുതിയിട്ട് ലൈക്ക് നമുക്കിങ്ങനെ ഇപ്പോൾ ഓക്കെ ഉച്ചയ്ക്ക് രാത്രി രാവിലെ ലൈക്ക് ഇങ്ങനെ നമുക്ക് അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പം ഞാൻ പറയണ്ട, നിങ്ങൾ ഇത് കാണുന്ന ചേച്ചിമാരൊക്കെ പാരൻസോ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലുള്ള ഒക്കെ വർക്ക് ചെയ്യുന്ന ലൈക്ക് ഡെയിലി കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും മനസ്സിലാവും നമുക്ക് പിറ്റേ ദിവസം എന്തുണ്ടാക്കും എന്നുള്ളത് വളരെ വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ടൊരു മെനു ആയിട്ട് എൻ്റെ അമ്മ എനിക്ക് അയച്ചു തരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മ അയച്ചത് നോക്കി ഞാൻ ഇരുന്ന് പോയി. ഇതേ ഇങ്ങനെയാണ് കേട്ടോ, കറക്റ്റ് നോക്കൂ, അമ്മ അയച്ചു തന്നിട്ടുള്ള ലിസ്റ്റാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് അമ്മ ഫസ്റ്റ് തന്നെ എഴുതിയിരിക്കുകയാണ്, എന്താണ് എവറി മോർണിംഗ് ABC ജ്യൂസ്. എന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഇത്ര ദിവസമായിട്ട് ഞാൻ ഒരു മോർണിംഗ് പോലും ABC ജ്യൂസ് കുടിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെന്താ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് എല്ലതും ഉണ്ട്. ചോറ്, ചീര, ഫിഷ് കറി, അതേ ചപ്പാത്തി, വെള്ളക്കടല, സാലഡ് എന്നൊക്കെ എഴുതാറുണ്ട്. ഞാൻ സാലഡ് കഴിക്കാറില്ല, ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്, നന്നായി ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്, കാരണം ഫ്രൂട്ട്സ് ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഫ്രൂട്ട്സ് പിന്നെ ട്യൂസ്ഡേ ചോറ്, ചെറുപയർ, സാമ്പാർ, രസം, ഫിഷ് ഫ്രൈ, സഞ്ജു ഓൺലി, നൈസ് പത്തിരി, കടല. എന്ത് സഞ്ജു ഓൺലി എനിക്ക് മനസ്സിലായില്ല. നൈസ് പത്തിരി, കടലക്കറി, സാലഡ്. വെനസ്ഡേ അമ്മ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശി, നോ നോൺ വെജ്. ചോറ്, മോരുകറി, അവിയൽ, ബീട്രൂട്ട് ഉപ്പേരി, ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, സാലഡ്, സോ ആൻഡ് സോ. അപ്പോൾ അടിപൊളി ലിസ്റ്റാണ്. ലൈക്ക് ഒരു വീക്കിലേക്കുള്ള ലിസ്റ്റ് അമ്മ കറക്റ്റായിട്ട് ഉണ്ടാക്കി അയക്കുന്നത് കൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ടില്ല. കാരണം എന്തുണ്ടാക്കണം എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് അമ്മ, ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ ചേച്ചീനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അമ്മ പറയും, ചേച്ചി ഇവൾക്ക് നോൺ വെജ് ഉണ്ടാക്കണ്ട, മുഴുവനും മറ്റേ ഇലക്കറികളും അതുപോലെ പച്ചക്കറികളും ഒക്കെ ഇവർക്ക് കൂടുതൽ കൊടുത്താൽ ഇവർ രണ്ടാളും വെറും ചിക്കൻ്റെ ആൾക്കാരാണ്. ഞങ്ങളങ്ങനെ ഓവറായിട്ട് ഫിഷ് കഴിക്കില്ല, അങ്ങനെ ചെറിയ ഇതേ കഴിക്കത്തുള്ളൂ. വലിയ മീനിൽ ചെറിയ 2-3 എണ്ണേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഫിഷിനോട് വലിയൊരു ഇതില്ല. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര മസ്റ്റാണ്. എപ്പോഴും ചിക്കൻ ഉണ്ടാവും, മിക്ക ദിവസം എന്നും ഉണ്ടാവും. അപ്പോൾ എന്നും മീൻസ് മിക്ക ദിവസങ്ങളിലും ആഡ് ചെയ്യാറുണ്ട്, വറുത്തതായിട്ടോ കറിയായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ചേച്ചി ഇവിടുന്ന് അങ്ങോട്ട്, അയ്യോ ദേ മോൾക്ക് എന്താണ് ഇത് പഞ്ചസാര കുറയ്ക്കാൻ പറയണം, അവൾക്ക് മധുരം മാത്രം മതി എന്ന് ഇവിടുന്ന് ചേച്ചി അമ്മോട്. കഴിഞ്ഞു. ഞാൻ പിന്നെ രണ്ടുപേരും വീഡിയോ കോളിൽ മീറ്റ് ചെയ്യിപ്പിക്കാറില്ല, കാരണം എനിക്കുള്ള പണിയാണല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്ന സമയം പോയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ എനിക്ക് നല്ല അടിപൊളി ടേസ്റ്റി ഡെലിഷ്യസ് ഫുഡ് ഉണ്ടാക്കി തരുന്ന ചേച്ചിയുണ്ട്. അപ്പോൾ ഞാൻ ഐ ഷോ യു. ലൈക്ക് ചേച്ചി ബിസിയാണ് കേട്ടോ, ഉച്ചക്കലത്തെ വർക്കിൽ ബിസിയാണ്. ഇന്ന് എന്താണ് ചേച്ചി എനിക്ക് സഞ്ജുവേട്ടനും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നേ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ അതെ, നമ്മൾ ചപ്പാത്തി കഴിക്കാൻ പോവുകയാണ്. കുറച്ച് കറിയുള്ളൂ, ബിക്കോസ് നമ്മൾ 2 ആൾക്കാരല്ലേ ഉള്ളൂ. അത്യാവശ്യമുണ്ട്, നമുക്കുള്ളതും അതിൽ കൂടുതലും ഉണ്ട്. ലെറ്റ്സ് ടേക്ക് സം മോർ ചർ. ഒന്ന് ഇളക്കി ഇതിൽ തന്നെ വയ്ക്കാം, കേടൊന്നുമില്ല, ഇപ്പം തന്നെ കഴിക്കാനുള്ളതാണല്ലോ. നമ്മൾ ഇനി TV അവിടെ പോയിരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് പണിയും നോർമലി എന്ന് പറഞ്ഞാൽ ഞാനതേ ഈ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും. വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ, ചായയല്ല നമ്മൾ കുടിക്കാറ്, വെള്ളമാണ് കുടിക്കാറ്. കണ്ടോ, ഇവിടെ TV ഓൾറെഡി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നും പ്ലേ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ, ബിക്കോസ് എന്താ കാരണം എന്ന് ഞാൻ പറയണ്ടല്ലോ. ഇപ്പോൾ ചുമ്മാ എന്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഏതെങ്കിലും മൂവിയൊക്കെ ഇടും. അപ്പോൾ നമ്മുടെ ക്യാമറ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സ്ലീപ്പ് മോഡിൽ ഇട്ടേക്കുവാട്ടെ, കാരണം ഞാനിവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന മുഴുവനില്ലെങ്കിൽ. സോ യാ,
നമ്മൾ കണ്ടോ ഐ ഷോ യു വൺ തിങ്. ഇവിടെ ഒരു ചെരുപ്പ്, ഇതൊക്കെ എൻ്റെ വീട്ടിലിടുന്ന ചെരുപ്പുകളാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇട്ടത് ഒന്ന്, അതാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്ന ഒന്ന്, പിന്നെ ഇനി ഉണ്ടല്ലോ 2-3 എണ്ണം. ഇവിടെ ഒന്നുണ്ട്, ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവില്ല. സോ അങ്ങനെ. അപ്പം നമുക്ക് എന്നാൽ പോയി ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. നോർമലി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ഞാൻ അവിടെ വയ്ക്കും, ഒരു കയ്യിൽ മൊബൈൽ ഞാൻ സ്ക്രോൾ ചെയ്യും, ഒരു കൈയോട് ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ്. ടു ബി ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അതാണ് നടക്കാറ്. ഇവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ യൂട്യൂബ് ആവും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് TV അവിടെ ഓൺ ആയിരിക്കും. യെസ്, ലൈക്ക് നമുക്ക് എൻ്റെ അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കാട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ UAE പോലും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെ അമ്മേനായിട്ടാണ്, എന്നും എവറി ഡേ. കാരണം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേണ്ട, റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, എന്താണ്? ഇന്ന് എനിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ എണീച്ചു. യെസ്. അമ്മ എവിടെയാ? പിന്നെന്താ? എന്താമ്മേ? അല്ല, കഴിച്ചു. ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ട്. എൻ്റെ ചേച്ചിയുടെ നല്ല അടിപൊളി കുക്കിംഗ്. ചേച്ചി സ്പെഷ്യലായിട്ട് കിച്ചണിൽ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താമ്മേ? ABC ജ്യൂസ് കുടിച്ചില്ല, പക്ഷെ ആപ്പിൾ കഴിക്കുന്നുണ്ട് അമ്മ, ബീട്രൂട്ട് ഉപ്പേരി ഇട്ടും കഴിക്കുന്നുണ്ട്, ക്യാരറ്റ് അവിലും കഴിക്കുന്നുണ്ട്. അപ്പൊ ABC ജ്യൂസ് ആയല്ലോ. അതൊക്കെ ടേസ്റ്റ് ഉണ്ട്, എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ അടുക്കളയിൽ കൊണ്ടുവച്ചു. ലൈക്ക് അമ്മേനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ എത്ര ടൈമായി എന്നറിയോ? അമ്മമ്മയുടെ മുഖം പറിച്ചു കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുത്ത വീഡിയോ അമ്മയുടെ നേരത്തെ പറഞ്ഞ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിലിടും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ മറിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മളിപ്പോൾ തന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് 17 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞു. 17 മിനിറ്റായി. അപ്പം ഇതിനിപ്പോൾ 17, അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ ലൈക്ക് ഇങ്ങനെ പോവും. കാരണം ഞാൻ ചിലപ്പോൾ അമ്മേനായിട്ട് ഇങ്ങനെ ലൈക്ക് കണ്ടിന്യൂസ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓഡിയോ കോൾ ആയിരിക്കും. വീഡിയോ കോൾ കുറച്ച് നേരം എന്താണ് ലൈക്ക് ജസ്റ്റ് എന്താ ഞാൻ ഇന്ന് കഴിച്ചതെന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ കോൾ ആക്കിയതാണ്. ഓഡിയോ കോളാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഹവേഴ്സ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഹവേഴ്സ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വരാം. അപ്പോൾ നമ്മുടെ കോൾ ഇപ്പോൾ കട്ടായുള്ളൂ കേട്ടോ. ഏകദേശം നമ്മൾ 1 മണിക്കൂറും 36 മിനിറ്റും സംസാരിച്ചു. ഞാൻ വെക്കുമ്പോൾ നോക്കി 36 അല്ല 37 ഞാൻ കട്ട് ചെയ്തു. ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതാണ്, ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റൊട്ടീൻസ് കാണിച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട്. കാരണം എനിക്കിത് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് പോയി അങ്ങോട്ട് കഴിക്കാം. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സമയമാവുമല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ ഞാൻ 2 ചപ്പാത്തിയായിട്ടാണ് കഴിച്ചത്. കുട്ടി ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇന്നലെ രാത്രി വെച്ചത്, 2-3 ദിവസം മുന്നേ വെച്ചതാണ്. അതായത് ചുമ്മാ ഓട്സ് ഇങ്ങനെ പാലിൽ ഹണിയിലും, അതായത് നമ്മൾ ഒരു കുട്ടി ഗ്ലാസ്സിൽ കുറച്ച് ഓട്സ്, നിങ്ങൾക്ക് റോൾഡ് ഓട്സ് യൂസ് ചെയ്യാൻ ഡിപ്പെൻസ് ആണ്. അപ്പം ഞാൻ കുറച്ച് ഓട്സിൽ ആദ്യം തേൻ ഇങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അങ്ങനെ വയ്ക്കും. അപ്പോൾ അതിങ്ങനെ നല്ല മിക്സ് ആയിട്ട് സെറ്റ് ആവും. പക്ഷേ അത് പിറ്റേ ദിവസം ഓഫീസിൽ പോകുമ്പോൾ കഴിക്കണം വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ രാവിലെ തന്നെയാണ് അത് കഴിക്കാനൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ കഴിക്കും. ഞാൻ പാതി മിൽക്കൊക്കെ കുടിക്കുന്ന പോലെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്ന പോലെ നമ്മൾ ഇന്ന ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അത് കഴിക്കാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണ് മിക്കത്. ഞാൻ ബാഗിൽ കഴിക്കാൻ ടൈം കിട്ടാറില്ല, ഓർഡർ ചെയ്യാൻ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജ്യൂസ് ഗ്ലാസ്സിലാക്കി ഞാൻ എടുത്ത് കൊണ്ടുപോകും, എന്നിട്ട് ബാഗിൽ വെക്കും. എന്നിട്ട് അത് മറ്റേ കുടിച്ചവർക്കും കഴിയാറുണ്ടാവില്ല. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഇവിടെ കഴിയാറ്. അപ്പോൾ നമ്മൾ ആ ഓട്സും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് എൻ്റെതായ ഒരു സ്മൂത്തി അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നെക്സ്റ്റ് ലൈക്ക് ഐ എം ഗോയിങ് ടു പ്രിപ്പയർ. അപ്പോൾ അത് കാണിച്ചു തരാം. ഇത്രയും നേരം കണ്ടിന്യൂസ് സംസാരിച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. അധികം നമുക്ക് കിച്ചണിൽ കിടന്ന് ശല്യപ്പെടുത്താൻ പറ്റില്ല. ചേച്ചി ഇവിടെ വളരെ ബിസിയായി കുക്കിങ്ങിലാണ്. അപ്പോൾ അതേ നമുക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നല്ല തണുത്ത വെള്ളം നമുക്ക് കുടിക്കാം.
യാ ആക്ച്വലി എൻ്റെ ഈ ഫ്രിഡ്ജിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ അടിയിലാണ് നമുക്ക് ഫ്രീസർ വരുന്നത്. ദിസ് ഈസ് ബോട്ടം ഫ്രീസർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, വെയിൽ അതിൽ അറേഞ്ച്ഡൊന്നുമല്ല, നല്ല സ്പേഷ്യസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല, ഇതൊരു വലിയ ഫ്രിഡ്ജാണ് ശരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മുടെ ക്യാമറ കുട്ടനുണ്ട് ഇവിടെ. അപ്പോൾ ലൈക്ക് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വെള്ളം എടുത്തു നമ്മൾ. ഐ വിൽ ഷോ യു ദി ലൈക്ക് നമ്മുടെ പാല്. അടച്ചു വെച്ചിട്ടില്ലല്ലോ, ഒരു കുഞ്ഞേതുകൊണ്ട് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എപ്പോഴാണ് പോയത് എനിക്ക് അറിയത്തില്ല. ഇതാണ് കണ്ടോ, ഇവിടെ ഹണി ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിനുള്ളൊരു കളർ ഡിഫറൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാല് വരുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ വെജിറ്റബിൾസ് ഒന്നും കാണാത്തത്, അല്ലെങ്കിൽ ചീരടലും തക്കാളിയും പച്ചമുളകൊക്കെ ആയിട്ട് അങ്ങ് നിറയും. അപ്പം നമ്മളെല്ലാ സാറ്റർഡേ ആണ് പർച്ചേസ് ചെയ്യാറ്. നൈറ്റ് സ്റ്റോക്ക് ചെയ്തതല്ല, 2-3 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ്. പക്ഷേ ഇത്ര ദിവസം തുറന്നിട്ടല്ല കേട്ടോ, കാരണം ഇന്നലെ രാത്രി ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അടച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴാണ് ഇതിൻ്റെ മുകളിലത്തെ അടപ്പെടുത്ത് മാറ്റിയെന്ന് എനിക്കറിയില്ല. ഈ കാണുന്നത് കണ്ടു, ഇതെന്താണെന്നറിയോ, ഇതെൻ്റെ ബേക്കറികൾ പകുതി, അതായത് മോളിലൊക്കെ പോകുമ്പോൾ ബേക്കറി മേടിക്കും, ചക്ക വറുത്തത്, നുറുക്ക് സഞ്ജുവേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് നമ്മൾ ബാക്കിയായി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തുറന്ന് ടിവിയുടെ അവിടെയായിട്ട് ടേബിളി ഒക്കെ വെക്കണേക്കാൾ ഭേദം നമുക്കിവിടെ, അതുകൊണ്ട് ഞാനിത് ഇവിടെ തന്നെ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാതും ബാക്കിയുള്ളതൊക്കെ നാട്ടിൽ നിന്ന് കൊടുത്തയക്കുന്ന ബേക്കറികളായാലും എല്ലാതും. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇത് തുറക്കാൻ തന്നെ ഇച്ചിരി ഒരു ടൈം എടുക്കും, 2 കൈയും വേണം ആക്ച്വലി. അപ്പോൾ ഇതിൽ ബേക്കറികളൊക്കെ ഇട്ട് വയ്ക്കുന്നതാണ്. അതേപോലെ ഇതിൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന നട്ട്സ്, അല്ലാത്തത് ഇതാണ് നമ്മളിവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പാത്രങ്ങൾ നമ്മുടെ ബാസ്കിൻ റോബിൻസിലൊക്കെ ആക്കി വെച്ചേക്കുവാണ്. ഇതെൻ്റെ കിച്ചൺ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും നമുക്ക് സാധനങ്ങളാണ്, പയർ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതേ മുകളിൽ നമ്മുടെ ഓട്സ് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്, അല്ലാതെ പൊട്ടിക്കാത്തുണ്ട്, ഹോർലിക്സ്, ന്യൂട്ടല്ല, നൂഡിൽസ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന തേനുകൾ കേട്ടോ, ഹണി. ഇതൊക്കെ ഇതിൽ 2-3 എണ്ണം ജോർജിയയുടെ ബാക്കിലുണ്ട്. ഇത് ജോർജിയനാണ്, സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള തേനുണ്ട്. ഒക്കെ നല്ല കട്ടിയുള്ള ഒറിജിനൽ തേനുകളാണ്. ഇതിൻ്റെ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച മുരിങ്ങയുടെ എല്ലാം ഉണക്കിയിട്ടുള്ള ഒരു എന്തോ ആണ്, ഇനി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അങ്ങനത്തെ എല്ലാതും കടല ഐറ്റംസ്, നട്ട്സ്, അങ്ങനത്തെ ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാതും ഇവിടെ ഇരിക്കുന്നത്. അതേപോലെ കണ്ടോ, ഇവിടെ ഉണ്ട് ഇനി നെക്സ്റ്റ് ഇങ്ങനെ. ഇതൊന്നും എനിക്ക് പൊടികൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ കസ്റ്റാർഡ്, കടലമാവ്, പുട്ടുപൊടി, കോൺഫ്ലോർ, ലൈക്ക് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കാണ്. ശർക്കര, സോയാബീൻ, കുടംപുളി, ബേക്കിംഗ് പൗഡർ, പിന്നെന്താണ് ജാം, പൈനാപ്പിൾ ജാം, ടാങ്ക്, മൈദ, സാധാരണയുള്ള പുളിങ്ങ നമ്മുടെ കറിയിലൊക്കെ ഇടുന്നത്, പിന്നെ അങ്ങനെ പിന്നെ എന്തൊക്കെയോ പൊടി, അക്കൂവപ്പൊടി, നാട്ടിൽ നിന്ന് കൊടുത്തയച്ച എണ്ണ, ഉപ്പ്, അതെന്താണ് അത് ഉണക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാവരും വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിനായി ആയിപ്പോയില്ല, വീടിൻ്റെ വളരെയും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. ഇതെന്താ പറയുക, ഇങ്ങനെ ഇട്ട് വെച്ചാൽ കൂടെ ഉണ്ടാകുക. നമ്മൾ ഓഫീസിൽ വൈകുന്നേരം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ് തുറക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് നമ്മൾ ഈ ബോക്സ് തുറക്കാൻ നമുക്ക് എടുക്കാം. നമുക്കിവിടെ ട്രൈപ്പോഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം, TV ഉണ്ടാവും. നമ്മളിത് ചുമ്മാ ഇതിൻ്റെ മുകളിൽ കാലം കയറ്റി വെച്ച് നമുക്ക് ഇന്ന് കഴിക്കാം, അതേപോലെ അടച്ച് വെക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എല്ലാ പാത്രങ്ങളും ഒപ്പെടുത്ത് കൊടുക്കാൻ ആവശ്യമില്ല. ഇതാകുമ്പോൾ ഇതുണ്ടോ മിക്സഡ് ആയിട്ടുള്ള നട്ട്സാണ്. ഇത് നമ്മൾ ഉപ്പ് വരുന്ന ഇത്, അതുപോലെ പിസ്ത, ഇതെന്താണെന്ന് വെച്ചാൽ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കും. എന്നിട്ട് ഇതിങ്ങനെ എല്ലാം കൂടി ശരിക്കും ഇതിൽ മുന്തിരി കൂടി മേടിച്ചിട്ട് നമ്മുടെ റൈസൻസ് ഉണ്ടല്ലോ, ഇവിടെ ഇട്ടിട്ടില്ലാന്നുള്ളൂ. അപ്പോൾ റൈസൻസ് കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആക്കാം. അതായത് ബദാമും നട്ട്സും ഇതും അങ്ങനെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ കഴിക്കാറില്ല, നമ്മളിങ്ങനെ സെപ്പറേറ്റ് മേടിച്ചിട്ട് സഞ്ചേട്ടൻ ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് അതെടുത്ത് കഴിക്കാം. പിന്നെ ഡേറ്റ്സ്, ഇത് നോർമൽ കാഷ്യൂ ആണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇരുന്ന് കഴിക്കാം. അപ്പം എല്ലാ ബോക്സും ഇവിടെ കൊടുന്ന് അതൊക്കെ കൊടുന്ന് ഇവിടെ വെക്കാൻ നമുക്ക് എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ടുവയ്ക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ടിവിയുടെ അവിടെ കൊടുത്തിട്ട് കഴിക്കുന്നതാണ്. നമ്മൾ മിക്ക ഈവനിങ്സും നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല വിശന്നിട്ടാണ് ഇന്ന് ഓഫീസിൽ നിന്ന് വരാറ്, പുറത്തുനിന്ന് ഒന്നും കഴിക്കാത്ത ദിവസമൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതും പിന്നെ ഇത് നമ്മുടെ നോർമൽ, ഇത് ഈ വീക്ക് മേടിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സാണ്. പഴം നമ്മൾ ഇന്നലെ രാത്രി മേടിച്ചിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആപ്പിളൊക്കെ ഇതേ ഏകദേശം കേട് വന്നിട്ടുണ്ട്. കാരണം ഈ വീക്ക് വല്ലാതെ അങ്ങ് ഫ്രൂട്ട്സ് പോയില്ല, നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ ഗ്രീൻ ആപ്പിളൊക്കെ കഴിഞ്ഞു. ഈ ആപ്പിൾ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതാ ബാലൻസ് ആയത്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ എപ്പോഴും മേടിക്കും. കാരണം എനിക്കിപ്പോൾ കറൻ്റ്ലി കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ നാട്ടിലൊന്നും നമ്മൾ ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് തീരെ കഴിച്ചിരുന്നില്ല കേട്ടോ. അവിടെ ആപ്പിൾ, ഓറഞ്ച് അങ്ങനത്തെയൊക്കെ എനിക്കറിയില്ല, എത്ര ഫെമിലിയർ അല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ അവിടെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ അധികം ആരും അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓറഞ്ച് ആയിരുന്നു. അത് ഓറഞ്ചിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് നല്ല ഓറഞ്ച് കിട്ടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിലോട്ട് മാറി. ഇപ്പോൾ ഫുള്ള് ലൈക്ക് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് അതുപോലെ ഏകദേശം കേടുവന്ന് വന്നിട്ടുണ്ട്. സബർജില്ലി ആണ്, നല്ല വലിയ സബർജില്ലിയാണ് കേട്ടോ വലിപ്പം. നിങ്ങൾക്ക് ഇത് കേടുവന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ജസ്റ്റ് തോലൊക്കെ ചെത്തിയിട്ടൊന്ന് കഴിക്കണം. ഇത് നമ്മുടെ സ്വീറ്റ് കോണിൻ്റെ ആണ്. അതുപോലെ സ്വീറ്റ് കോണിൻ്റെ മേടിച്ചിട്ട് ഒന്നും കഴിക്കില്ല, അത് അതേപോലെ ഫ്രിഡ്ജിലേക്ക്. ഇത് സഞ്ജയൻ്റെ മേടിക്കുന്നതാണ്, പ്ലംസിൻ്റെ ആണ്. സഞ്ജയൻ പ്ലംസ്, ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ അത് രണ്ടും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും പാരറ്റ് നിറയെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആരാണ് ആപ്പിൾ ബാക്കി വന്നത്, കാരണം എന്താ വെച്ചാൽ വലിയ പാരറ്റ് സീസണാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല പാരറ്റുകളുണ്ട്. അപ്പം ഇപ്പോൾ ഫ്രിഡ് ഡേയ്സ് പാരറ്റാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ പിടിക്കാൻ അപ്പോൾ ഇത് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഫ്രൂട്ട്സാണ് നമ്മൾ എടുക്കുന്നത്. സ്ട്രോബെറി ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്,
ഡേറ്റ്സ് ഉണ്ട്. അതുപോലെ നട്ട്സിൽ ഞാൻ ഇന്ന് ബദാമും കാഷ്യൂആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വാൾനട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. വാൾനട്ട്സിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ബട്ട് ഇറ്റ്സ് വെരി ഹെൽത്തി, അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏത് ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇത് കഴിഞ്ഞതുകൊണ്ടാണ്, ഐ മീൻ പേരയ്ക്കാണ് ഇപ്പോൾ എന്നും ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതും വൈകുന്നേരം വന്നാൽ കഴിക്കും. നല്ല ഫ്രഷ് പേരയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനൊരു ചെറിയ പീസ് അതിൻ്റെ തൊലിഭാഗം ഇട്ടേനെ, എനിക്കിഷ്ടമാണ് അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം അതും കൂടി ജ്യൂസറിൽ ലൈക്ക് മിക്സിയിൽ അടിക്കുന്നു. അതാ ഈ പാലിൽ ഓട്സും ഹണി ഉണ്ട്. നമ്മൾ ഇനി ഇതിൽ മധുരം ചേർക്കില്ല, ഓൾറെഡി ഡേറ്റ്സും ഉണ്ട്, നാച്ചുറൽ ഹണിയും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചേർക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ലൈക്ക് ഇതാണ് കേട്ടോ. ഇത് അത്ര വലിയ വൃത്തി കാണത്തില്ല, കാരണം എന്നും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോലം ഇങ്ങനെയായതാണ്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് തന്നെയാണ് കേട്ടോ. ഈ സ്ട്രോയും വരുന്നത് ഗ്ലാസ് ടൈപ്പ് ആക്കണ്ടോ, അല്ല കണ്ടോ, ലൈക്ക്. അപ്പോൾ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് സ്ട്രോ ഒന്നും വേണ്ട, സ്പൂണിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം അതും കൂടി ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കസ്കസ് ജസ്റ്റ് ഇപ്പം തന്നെ വെള്ളത്തിലിട്ട് അതപ്പം തന്നെ റെഡി ആവും, അറിയാലോ. പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെ കടിച്ച് തിന്നാൻ, അതായത് ജ്യൂസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് രസമല്ല, ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് പിന്നെ കുറച്ച് കസ്കസ്, പിന്നെ നമ്മൾ എഗെയിൻ ജ്യൂസ് ഒഴിക്കുന്നു. നമ്മൾ ഫുൾ എടുക്കുന്നില്ല, എനിക്കും ചേച്ചിക്കും ഉണ്ട് കേട്ടോ, ചേച്ചിക്കും കൂടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഗ്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം, ഇതിൽ ഇടാം. അയ്യോ, ഇതിൻ്റെ ഒപ്പം ഒരു ബിസ്ക്കറ്റ് പോന്നു. കുറച്ച് സ്ട്രോബെറി കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബൂസ്റ്റോ ഹോർലിക്സോ ബോൺവിറ്റയോ എന്താണെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. നമ്മളതേ ഹോർലിക്സ് ആണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേച്ചിക്കുള്ളത് ഈ ഗ്ലാസ്സിലോട്ട് വയ്ക്കാം. ചേച്ചിയുടെ ജ്യൂസിൻ്റെ ഒന്നും പകുതി ഇട്ടില്ല കേട്ടോ. ഇതെൻ്റെ സ്പെഷ്യൽ കസ്കസ്, ദെൻ സമോ, പിന്നെ നമ്മൾ കേൾക്കും ഇങ്ങുണ്ടാക്കാം. അപ്പോൾ റെഡി. ദിസ് ഇസ് ഫോർ ചേച്ചി. ചേച്ചി ഇതാ ഐശ്വര്യമായിട്ട് ഇത് മേടിച്ചോളൂ. ഇത് കുടിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ കുക്കിംഗ് എന്ന് പറ. അപ്പോൾ അതേ നമ്മളുടെ സ്മൂത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചേച്ചീനെ അധികം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം ഞാൻ അടുക്കള നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണ്ട. ഞാൻ എൻ്റെ ഫേവറേറ്റ് ലാർജ് മഫിൻസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതും നമുക്ക് റിങ്സൊക്കെ അവിടെ കൊണ്ടുവച്ച്, നട്ട്സും അവിടെ കൊണ്ടുവച്ച് നമുക്ക് ഇനി കുറച്ചധികം നേരം ഇരുന്ന് TV കാണാം. ചേച്ചി ഇവിടെ സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഏത് ചിക്കൻ ബിരിയാണി ചേച്ചി? മലബാർ സൈഡ് അല്ലേ? ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മലപ്പുറത്തുകാരുടെ അതേപോലെ വെച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബിരിയാണി ഒക്കെ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ചേച്ചിയുടെ സൂപ്പർ ബിരിയാണി എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കിത് എൻ്റെ മഫിൻസും കുറച്ച് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് TVയുടെ അവിടേക്ക് പോവാം. ചേച്ചി ശല്യപ്പെടുത്തുന്നുണ്ട്, പാവം ചേച്ചി. ഇതാണ് കേട്ടോ എൻ്റെ മഫിൻസ് ഉണ്ട്. നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഫ്രിഡ്ജിൽ വെക്കണേന്ന്? ഞാൻ എല്ലാതും അങ്ങനെ ഫ്രിഡ്ജിലാണ് വെക്കാറ്. ഇതൊരു ചിക്കൻ റിങ്സിൻ്റെയാണ്. നമ്മൾ 2-3 ദിവസമായിട്ട് ചേച്ചി ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഇത് എന്നോ കഴിച്ചു വെച്ച കേക്കിൻ്റെ ഒരു ബാക്കിയാണ്. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ അതേ നമ്മളെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ബിരിയാണി റെഡി ആവുന്ന സമയത്തോട്ട് നമുക്ക് വരാം. അപ്പോൾ അങ്ങോട്ട് പോയിരിക്കാം ഗൈസ്. നമുക്ക് ലാപ്പൊക്കെ നമുക്ക് ഇവിടെ കിടത്തി വയ്ക്കാം. സഞ്ജു വർക്ക് ചെയ്തിട്ട് അവിടെ അങ്ങനെ വെക്കുന്നതാണ്.
നമ്മൾ ഇതേ സ്മൂത്തി ഉണ്ടാക്കി ഞാനിപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാനത് അവിടെ നിന്ന് ജസ്റ്റ് ഒരു സിപ്പ് ടേസ്റ്റ് ചെയ്താണ്, പിന്നെ കുടിച്ചിട്ടില്ല. അപ്പം നമ്മളത് കഴിക്കുന്നുള്ളൂ. കാരണം ഞാനിതേ ഇവിടെ പറക്കും തിളയ്ക്കും വെച്ചിരുന്ന് നമ്മളെ ഭയങ്കര തമാശയായ സീൻസൊക്കെ കണ്ടിരുന്ന് ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിലെ തണുപ്പ് ഏകദേശം പോയിട്ടില്ല. ഞാനും വിചാരിച്ചു തണുപ്പ് വിട്ടിട്ട് കഴിക്കാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ആ സ്ട്രോ അല്ല യൂസ് ചെയ്യുന്നത്, സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിലിങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, നട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ പറഞ്ഞില്ലേ എൻ്റെ ഫേവറേറ്റ് മഫിൻസ് നോക്കും ഇതെങ്ങനെയാണെന്ന് അറിയാം. പിന്നെ മുകളിൽ മുഴുവനും ഇത് ഒരു കൈൻഡ് ഓഫ് ക്രീമാണ്. ആ ക്രീമിന് ചോക്ലേറ്റിൻ്റെ കുട്ടി കുട്ടി ബോൾസ് ആണ്. ഇനി നമ്മളിതിങ്ങനെ അടിയിലോട്ട് കഴിക്കും തോറും ഇതിൻ്റെ ഉള്ളിൽ ഡയറി മിൽക്ക് അതോ ഏതാണ് സ്വീറ്റ് ഏതാണെന്ന് എനിക്കറിയില്ല, ഏതോ ലൈക്ക് നല്ല ചോക്ലേറ്റിൻ്റെ മിക്സ് ആണ് ഇതിങ്ങനെ, അതായത് ഇങ്ങനെ ഉള്ളിലോട്ട് കഴിക്കും തോറും. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പീസ് കാണിക്കാം. 2 കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കഴിക്കണം. നിങ്ങൾക്ക് പിന്നെ കാണിക്കാൻ തോന്നും കൂടി നോക്കൂ, കാണാനില്ലേ? ബോസ് കഴിക്കുമ്പോൾ സൂപ്പർ സൂപ്പർ സൂപ്പർ. എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. ഞാൻ എപ്പോഴും കഴിക്കും. എൻ്റെ അമ്മ കാണണ്ട ഞാൻ ഇങ്ങനെ ഇരുന്ന് മധുരം കഴിക്കുന്നത്. ഹലോ, സോ ടേസ്റ്റി. എന്ത് ടേസ്റ്റ് അറിയോ? സാധാ കഴിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ കണ്ട കുറേ നടിയിലോട്ട് വന്നപ്പോൾ കാണുമോ? ഇതിൻ്റെ ഉള്ളിലൊരു റൗണ്ട് ഉണ്ട്, അതാണ് ക്രീം സ്റ്റാർട്ടിങ്. ഉള്ളിലൊരു ക്രീം ഇനിയിപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് ആ ക്രീമും ഇതും കൂടി മൊത്തത്തിൽ മിക്സ് ചെയ്യുമ്പോൾ സൂപ്പർ. അപ്പം ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി അവിടെ കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് ഫിലിമല്ല. ഞാൻ പറഞ്ഞു എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും, അതുകൊണ്ട്. പിന്നെ നമ്മളിവിടെ ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ റിങ്സ് ആണ് കേട്ടോ. അത് റിങ് സൂപ്പർ റിങ് ആണ്. നമ്മൾ ഓഫീസിൽ നിന്ന് എപ്പോഴും കഴിക്കുന്നതാണ്, എപ്പോഴും കഴിക്കുന്ന നമ്മുടെ നാട്ടിലെ ചീറ്റോസ് പോലെ. ഇവിടെ ഉണ്ട് കേട്ടോ ചീറ്റോസൊക്കെ. കണ്ടെയ്ൻസ് റിയൽ ചീസ്. സൂപ്പർ റിങ്സ് നല്ല ടേസ്റ്റ് ചെയ്ത്. ഇതേ ചിക്കൻ ഇത് വറക്കാളല്ലേ ചേച്ചിയെ? വറക്കാളത് നമ്മൾ കായം പരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ബിരിയാണിയിലേക്കുള്ളത്. പിന്നൊക്കെ നല്ല അടിപൊളി ചേച്ചി സെപ്പറേറ്റ് എന്തൊക്കെയോ ഇത് നമ്മൾ കാഷ്യൂം, പിന്നെ ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാനുള്ളതായിരിക്കും. പിന്നെ ഇതാ നമ്മളുടെ ഉള്ളി റെഡി ആവുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളുടെ ബിരിയാണിക്കുള്ള ചിക്കൻ ഇവിടെ ഇതാ നല്ല അടിപൊളിയായിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാഷ്യൂ ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, മുന്തിരിങ്ങ, അതുപോലെ വലിയ ഉള്ളി. അല്ലേ ചേച്ചി? അരി എവിടെ ചേച്ചി? എന്തായി ബിരിയാണി? ഓ വാവ്, നല്ല രസമുണ്ട് കാണും. വാവ്, ചിക്കൻ വറുത്തത് റെഡി. അപ്പം നമ്മൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് സുഖമായി കിടന്നുറങ്ങണം. അപ്പോൾ ഉറക്കത്തിലേക്കാണ് കേട്ടോ ഇനി നെക്സ്റ്റ് പോക്ക്. അപ്പോൾ നമുക്ക് ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകാനുണ്ട്. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ മുൻപത്തെ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീക്കെൻഡ് പോയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിച്ച് ഫില്ല് ചെയ്യുക. ശനിയാഴ്ച ആകുമ്പോഴേക്കും, വെള്ളിയാഴ്ച ഈവനിങ് ആകുമ്പോഴേക്കും നമുക്ക് എല്ലാതും കാലിയാവും. ഐ മീൻ വെജിറ്റബിൾസിൻ്റെ ഒക്കെ കാര്യം പറയണം. വെജിറ്റബിൾസ്, അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പുട്ടുപൊടി അല്ലെങ്കിൽ വീറ്റ്, ഐ മീൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ അങ്ങനത്തെയൊക്കെ നമ്മൾ കഴിഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതൊന്ന് നോട്ട് ചെയ്തിട്ട് അതൊക്കെ പോയി മേടിക്കണം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കടമ. കാരണം അത് പോയി തിരഞ്ഞ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊടുന്ന് അത് വീണ്ടും അടക്കി വെക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ, പാത്രത്തിലാക്കേണ്ടത് പാത്രത്തിലാക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ എല്ലാ വീക്കെൻഡ്സും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഡിപ്പെൻസ് ആണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീക്കെൻഡ്സ് നമ്മൾ നേരത്തെ എണീക്കും, ചില വീക്കെൻഡ്സ് നമ്മൾ നേരം വൈകിട്ട് എണീക്കത്തുള്ളൂ. അപ്പം നേരത്തെ എണീക്കുന്ന ദിവസം ഇങ്ങനെയാണ്. നേരം വൈകിട്ട് ചിലപ്പോൾ നല്ലോണം ലേറ്റായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും. അപ്പം നമ്മൾ ഇച്ചിരി കൂടി അങ്ങ് ലേറ്റ് ആവും എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾക്ക് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇത്രയും നേരം ഇരുന്ന് കണ്ട എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്കുമൊക്കെ ഒരുപാട്
താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.